എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ പഞ്ചവർണ്ണ പൈങ്കിളി പങ്കിളങ്ങളുള്ളോളെ അവ പങ്കിളങ്ങളുള്ളോളെ. അയ്യോ അമ്മേ, ഓടി വരണേ. പറച്ചോനെ, ഞമ്മക്ക് വേണ്ടി ആരാണ് കോറസ് പാടുന്നത്? അയ്യോ, എന്നെ തല്ലല്ലേ. അല്ലോ, അപ്പൊ പാട്ടല്ല, ഏതോ പെണ്ണുങ്ങളെ നിലവിളിയാണല്ലോ കേൾക്കണത്. എന്തോ കുഴപ്പമുണ്ട്, ചാരി എങ്ങനെങ്കിലും രസിക്കണം. നാളെ പത്രത്തില് ഫോട്ടോവും വരും. ആരാടാത്? ഓടാ. അത്രയ്ക്കായോ? ഈ ഗഫൂറിന്റെ മുന്നിൽ വെച്ചാണോ മാനഭംഗം? അയ്യോ, രക്ഷിക്കണേ, എന്നെ അടിച്ചു കൊല്ലുന്നേ. എടാ, അവൾ അടിക്കരുതെന്നാണ് പറഞ്ഞത് എന്നോട്. എന്റെ ഭാര്യയെ ഞാൻ എന്തും ചെയ്യും. എന്റെ ഭാര്യയെ ഞാൻ എവിടുന്നും തല്ലും, എങ്ങനെയും തല്ലും. നീ ആരാടാ ചോദിക്കാൻ? അയ്യോ, നമ്മളാരാന്ന് എനിക്ക് കാണിച്ചുതരാ. എന്താ പ്രശ്നം? എടോ, ഈ ഹറാൻ പറഞ്ഞവൻ ഭാര്യയാണെന്നും പറഞ്ഞ് ഈ പെണ്ണിനെ അടിച്ചു കൊല്ലാൻ നോക്കാണ്. ആണോടാ? വാ, ഇവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. പോടാ, നീയൊന്നും എന്നെ ഒരു ചുക്കും ചെയ്യില്ലടാ. എന്നാ കാണിച്ചു തരാമടാ. എന്താടാ പ്രശ്നം? സാർ, ഞാനും ഭാര്യയും ബൈക്കില് ടൗണിലേക്ക് പോകുമ്പോ ഈ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന ഈ പല്ലൻ ചാടി വീണ് എന്റെ ഭാര്യയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു. അയ്യോ, തടഞ്ഞ എന്നെ അടിച്ച് ഈ പരുവത്തിലാക്കി. എന്റെ റബ്ബേ, എന്തൊരു നൊണാത്. ഇയാൾ ഈ സ്ത്രീനെ കൊല്ലാൻ ശ്രമിച്ചപ്പോ ഞാനത് രക്ഷിക്കാൻ ശ്രമിച്ചാണ്. ആര് പറയുന്നതാ ശരി? ശരിയാണ് സാർ, ഈ വയസ്സൻ എന്നെ കേറി പിടിച്ചതാ. കയറടോ ജീപ്പിലേക്ക്. വീട്ടമ്മയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ച പ്രതി ഗഫൂർ പോലീസ് പിടിയിൽ. പെൺവാണിഭ സംഘത്തിലെ കണ്ണിയാണെന്ന് സംശയം. വേരുകൾ തേടി പോലീസ് തമിഴ്നാട്ടിലേക്കും.